ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ശ്രുതിയാണെങ്കിൽ ശ്രുതിയോട് പറയുന്നു, ദേ ശ്രുതി, എന്നെക്കൊണ്ട് കൂടുതലൊന്നും സംസാരിപ്പിക്കണ്ട. ഒരു ആണിനെ ജോലി കയ്യിലില്ലെങ്കിൽ വീട്ടിലും നാട്ടിലൊന്നും ഒരു വില ഉണ്ടാവില്ല. കുറേ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അതുകൊണ്ടേ ഇന്ന് എന്തായാലും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് ജോലി മേടിച്ചിരിക്കണം. അത് കേട്ടിട്ട് ശ്രുതി പറയാണ്, എനിക്ക് മനസ്സിലാവുന്നുണ്ട് ശ്രുതി, ഞാൻ കുറേ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, ഒന്നും കിട്ടണില്ല. പക്ഷേ ഈ ഒരു ഇൻ്റർവ്യൂ ഞാൻ എന്തായാലും ജോലി മേടിച്ചിരിക്കും എന്ന് പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ ശ്രുതിക്ക് വളരെ സന്തോഷമാണ്. എങ്കിൽ വായോ എന്ന് പറഞ്ഞിട്ട് താഴോട്ട് ഇങ്ങനെ ഇറങ്ങി പോകാനോട്ടോ രണ്ടുപേരും. ഈ സമയം ചന്ദ്രമതി ആണെങ്കിൽ പൂജാ റൂമിൽ ഇരുന്നിട്ട് ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. മകൻ എന്തായാലും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകണല്ലോ, ഭഗവാനെ എൻ്റെ മോന് ജോലി കിട്ടണേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ശ്രുതി, അമ്മേ ഞങ്ങൾ ഇറങ്ങുവാണേ, ഇതാ മോനെ ഇതാ വരുന്നു, ഇതാ മോനെ നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ടില്ലേ, നന്നായിട്ട് പഠിച്ചിട്ടില്ലേ, ഈ ജോലിയെങ്കിലും മേടിക്കണോട്ടോ മോനെ എന്ന് പറഞ്ഞുകൊണ്ട് നെറ്റിയിൽ ഇങ്ങനെ ചന്ദ്രൻ രണ്ടുപേരെയും തൊടുകയാണ് കേട്ടോ. അമ്മ ഉറപ്പായിട്ട് ഞാൻ ഈ ജോലി മേടിച്ചിരിക്കും അമ്മേ, നീ ഒന്ന് തുറക്കാതിരുന്നാൽ മതി, നീ ഒന്ന് ക്ഷമയോടുകൂടി കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യണം മോനെ. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ സച്ചി വരികയാണ്. ഓ എവിടേക്കാ, നല്ല ഒരുങ്ങി കെട്ടിയിട്ട് പാർക്കിൽ പോയി കിടന്നുറങ്ങാനാവൂലേ, അല്ലെങ്കിൽ പാർക്കിൽ കളിക്കാനാവൂലേ എന്ന് പറഞ്ഞിട്ട് ശ്രുതിനെ ഇങ്ങനെ കളിയാക്കണം കേട്ടോ ശ്രുതിയുടെ മുന്നിൽ വെച്ചിട്ട്. അപ്പോൾ ശ്രുതി ചന്ദ്രമതിയോട്, കണ്ടോ അമ്മേ അവൻ രാവിലെ തന്നെ എന്നെ ഇങ്ങനെ കളിയാക്കണത്. അപ്പോൾ ശ്രുതി പറയണം, ദേ വെറുതെ സച്ചി കളിയാക്കാൻ നിൽക്കില്ല കേട്ടോ, ശ്രുതി ജോലിക്ക് പോവാണ്, ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, വെറുതെ മൂഡ് സ്പോയിലർ ആക്കാൻ വേണ്ടിയിട്ടുള്ള വർത്തമാനങ്ങളൊന്നും പറയില്ലേ എന്ന് പറയുമ്പോൾ സച്ചി, ഓ ഞാൻ മൂഡ് സ്പോയിലറൊന്നും ആക്കണമൊന്നുമില്ല, അവന് ജോലി കിട്ടി കഴിഞ്ഞാൽ എനിക്കും വളരെ സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്, പിന്നെ ജോലി കിട്ടിയാൽ മതി, പക്ഷേ കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. ഒരു ജോലി കിട്ടണമെങ്കിലേ പഠിപ്പും വിദ്യാഭ്യാസവും കാര്യങ്ങളും മാത്രം പോരാന്നുള്ള കാര്യം ഈ മണ്ടൻ ഇതുവരെ മനസ്സിലായിട്ടില്ല എന്ന് പറയുമ്പോൾ ശ്രുതി, മണ്ടൻ നിൻ്റെ നീ എന്തായാലും ഇൻ്റർവ്യൂവിന് പോ, നിനക്ക് ജോലി കിട്ടിയില്ലെങ്കിൽ നിനക്കുള്ളൊരു ജോലി ഞാൻ തരാം. അപ്പോൾ ശ്രുതി, നീ എനിക്ക് ജോലി തരേ, എന്ത് ജോലി? നിനക്കെന്തായാലും കാർ ഡ്രൈവിംഗ് അറിയാലോ, ഒരു കാർ ഡ്രൈവറായിട്ടുള്ള ഒരു ജോലി ഞാൻ നിനക്ക് തരാം, മാസം 30,000 രൂപയും കിട്ടും. അപ്പോൾ ചന്ദ്രമതി, കാർ ഓടിക്കാൻ പോവേ, അല്ലാണ്ട് പിന്നെ തേരോടിക്കാനാണോ പറഞ്ഞത്? എന്താ 30,000 രൂപ മാസം കിട്ടി കഴിഞ്ഞാൽ പുളിക്കോ? 30,000 അല്ല, നീ മനസ്സ് വെച്ചാൽ അതിനെക്കാട്ടിയും കൂടുതൽ കാശ് കിട്ടുമെന്ന് പറയുമ്പോൾ ശ്രുതിക്ക് ഇങ്ങനെ കലി വരുന്നുണ്ട്. നീ എന്താ വിചാരിച്ചിരിക്കുന്നത്, ഇത്രയും പഠിച്ച ശ്രുതി കാർ ഓടിക്കണമെന്നോ? ദിസ് ഇസ് ഡൂയിങ് നൗ, വാട്ട്സ് എ ക്വാളിഫിക്കേഷൻ, ഇങ്ങനെ ഇംഗ്ലീഷിൽ എന്തൊക്കെയാണ് പറയുന്നുണ്ട്. അപ്പോൾ സച്ചി, ഇതേ കോലി കളിയാ, ഇത്രയൊക്കെ ഉള്ളൂ നിൻ്റെ വിദ്യാഭ്യാസം, ഇപ്പം മനസ്സിലായില്ലേ എന്ന് പറയാൻ കേട്ടോ. കാർ ഓടിക്കാൻ ഇത്രയും ഡിഗ്രി ഉള്ള ശ്രുതിയാണോ കാർ ഓടിക്കാൻ പോണത്? നീ തന്നെ കാർ ഓടിച്ചിട്ടിരുന്നോ എന്ന് പറയുമ്പോൾ രേവതി, ശ്രുതി കാർ ഓടിക്കുന്നത് അത്ര വലിയ മോശമുള്ള ഏർപ്പാടൊന്നുമല്ല, അത് നീ ആദ്യം മനസ്സിലാക്കുമെന്ന് പറഞ്ഞിട്ട് ശ്രുതി സച്ചിയുടെ ഭാഗം ചേർന്നിട്ട് ഇങ്ങനെ നല്ല രീതിയിൽ സംസാരിക്കാൻ കേട്ടോ. അത് കേട്ട് ചന്ദ്രമതി, നീ എന്തിനാ ഇപ്പോൾ കുറുക ചാടിയത്? അപ്പോൾ രേവതി പറയുന്നു, സച്ചിയേട്ടനെയും അദ്ദേഹത്തിൻ്റെ ജോലിനെയും ഇമാതിരി പരിഹസിക്കുമ്പോൾ ഞാനെന്താ കേട്ടിട്ട് ചുമ്മാതിരിക്കണമെന്ന് ചോദിക്കാൻ കേട്ടോ ചന്ദ്രമതിയോട്. നിങ്ങളൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം, വലിയ പഠിപ്പൊന്നും ഇല്ലെങ്കിലും കാർ ഡ്രൈവർ ജോലി ചെയ്തിട്ട് തന്നെയല്ലേ ഈ ഒരു കുടുംബം ഇദ്ദേഹം നോക്കണത്, അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുമെന്ന് പറയാൻ കേട്ടോ രേവതി. പഠിപ്പുള്ള ഇദ്ദേഹം ചെയ്തത് എന്താണെന്ന് എല്ലാ ആളുകൾക്കും അറിയാലോ, താനുമായിട്ട് കല്യാണം ആലോചിച്ചിട്ട് വിവാഹ പന്തലിൽ വെച്ചിട്ട് ഓടിപ്പോയ ആളാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിൻ്റെ മാന്യതയെ കുറിച്ചിട്ട് ആരും അധികം സംസാരിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് രേവതി പൊട്ടിത്തെറിക്കാണ്. ഇദ്ദേഹത്തിൻ്റെ കാറ് ഫിനാൻഷ്യർ പിടിച്ചുകൊണ്ട് പോകുമ്പോഴും ഇദ്ദേഹം കാറ് കഴിയണം ജോലിക്ക് പോയി, അല്ലാതെ നിൻ്റെ ഭർത്താവിനെ പോലെ പാർക്കിൽ പോയിട്ട് കുത്തിരിക്കുകയല്ല ചെയ്തെന്ന് പറഞ്ഞിട്ട് രേവതി നല്ലൊരു മറുപടി കൊടുക്കണം. അപ്പോൾ ചന്ദ്രമതി പറയണേ, എന്താടി നീ ഇങ്ങനെ കിടന്ന് തിളയ്ക്കണത്? ഞാൻ തിളച്ചതൊന്നുമല്ല, ഞാൻ പറഞ്ഞ സത്യം തന്നെയല്ലേ. ഇദ്ദേഹത്തിൻ്റെ ഈ കള്ളക്കളി സച്ചിയേട്ടൻ മനസ്സിലാക്കിയിട്ട് ഈ വീട്ടിൽ വന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും ഇദ്ദേഹം ടിക്ടോപ്പായിട്ട് വീണ്ടും പാർക്കിൽ പോയിട്ട് ഈ വീട്ടിലുള്ള ആളുകളെയൊക്കെ ജോലിക്ക് പോയെന്ന് പറഞ്ഞിട്ട് പറ്റിച്ചിട്ടുണ്ടാവില്ലേ? ഒന്നും മിണ്ടാതിരിക്കും രേവതി, കഴിഞ്ഞു, നീ എന്തിനാണ് ആ പഴയതൊക്കെ കുത്തിപ്പോക്കിയിട്ട് സംസാരിക്കാൻ നിൽക്കണമെന്ന് ചന്ദ്രമതി പറയുമ്പോൾ ശ്രുതി രേവതിയോട് പറയണം കേട്ടോ. രേവതി, തെറ്റ് ചെയ്യാത്തവരായിട്ട് ആരുമില്ല, അതുപോലെ ശ്രുതിയുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് പറ്റി, അതിനിങ്ങനെ ഇൻസൾട്ട് ചെയ്യണോ? കാർ ജോലിയുടെ പണിക്ക് പോകുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സച്ചി, കാർ ജോലിയുടെ പണി എന്താ നിനക്ക് ഇൻസൾട്ടായിട്ട് തോന്നിയോ? നീ നിൻ്റെ ജോലി ചെയ്തോ, സുധിയുടെ പഠിപ്പ് വെച്ചിട്ട് നല്ല ഉയർന്ന പൊസിഷനിലെത്തും, നീ അത് കാണുകയും ചെയ്യുമെന്ന് പറഞ്ഞിട്ട് വെല്ലുവിളിക്കാൻ കേട്ടോ. അത് കേട്ട സച്ചി പുച്ഛ മനോഭാവത്തോടു കൂടി സുധിയോട് പറയണം, ഒരിക്കലും നമ്മൾ കണ്ടതല്ലേ ഇവൻ്റെ ജോലി, പാർക്കിൽ പോയിട്ട് കപ്പലണ്ടി തിന്നണ ജോലി എന്ന് പറഞ്ഞിട്ട് ആഞ്ഞൊക്കെ കാണിച്ചിട്ട് ഇങ്ങനെ കടല മുകളിൽ കയറിയെന്നൊക്കെ കാണിക്കാൻ കേട്ടോ. അപ്പോൾ ശ്രുതിക്കും ഇങ്ങനെ നല്ല രീതിയിൽ പൊള്ളുന്നുണ്ട് കേട്ടോ. നീ വേണമെങ്കിൽ കണ്ടോ, ഞാൻ നിന്നോട് വേണമെങ്കിൽ ബെറ്റ് വയ്ക്കാം, ഇവനൊരു ജോലിയും കിട്ടാൻ പോകണില്ല, ഇവനെ ബീച്ചിലും പാർക്കിലൊക്കെ പോയിട്ട് സാധാരണ ജോലിയില്ലേ കപ്പലണ്ടി തിന്നണത്, ആ ഒരു ജോലിയാണ് ചെയ്യാൻ പോകണമെന്ന് ശ്രുതിയോട് പറയുമ്പോൾ ശ്രുതിക്ക് ഇങ്ങനെ കലി സഹിക്കാൻ പറ്റാണ്ട് വരികയാണ് കേട്ടോ. ഇത് കേട്ട ചന്ദ്രമതി ആവട്ടെ സച്ചിയോട് പറയണം, ഇവൻ പഠിച്ച പഠിപ്പിനെ ഇവന് വീട്ടിലെ ആളുകൾ തേടി വന്നിട്ട് ജോലി കൊടുക്കും. അപ്പോൾ സച്ചി പറയണം, ഇത്രയും കാലം തേടി വരാതിരുന്നത് ഇവൻ്റെ അഡ്രസ്സ് അവരുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണോ? ആ സമയത്താണ് നമ്മുടെ രവിയേട്ടൻ കയറി വരുന്നത്. രവിയേട്ടനെ കണ്ട വശം തന്നെ ചന്ദ്രമതി ഓടി പോയിട്ട്, രവിയേട്ട ദേ കണ്ടില്ലേ, സൂതി ഇൻ്റർവ്യൂവിന് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന സമയത്ത് സച്ചി കയറി വന്നിട്ട് വെറുതെ ഉടക്കുണ്ടാക്കുകയാണ്. അതേ അങ്കിൾ, ശ്രുതിക്ക് ഡ്രൈവർ ജോലി കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഈ സച്ചി വെറുതെ കളിയാക്കുകയാണെന്ന് പറയുമ്പോൾ രേവതി വന്നിട്ട് പറയാൻ കേട്ടോ, അച്ഛാ ഓരോന്ന് പറഞ്ഞിട്ട് ഇവരാണച്ചാ സച്ചേട്ടനെ ഇൻസൾട്ട് ചെയ്തത്. അപ്പോൾ ശ്രുതി, ഞാൻ ഇൻസൾട്ടൊന്നും ചെയ്തില്ലെങ്കിൽ ഇത്രയും പഠിപ്പ് പഠിച്ച ശ്രുതി കാർ ഡ്രൈവർ ജോലിക്ക് പോകേണ്ട ഒരാളൊന്നും അല്ലെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ എന്ന് പറയുമ്പോൾ സച്ചി വന്നിട്ട് പറയണേ, എൻ്റെ പൊന്നു പൗഡർ തീ പഠിച്ചവരെല്ലാവരും AC റൂമിലിരുന്ന് ഉയർന്ന ജോലി ചെയ്യുന്ന ആളുകളല്ല, എത്രയോ ആളുകൾ നല്ല രീതിയിൽ പഠിച്ചിട്ടും കൂടി അവർക്ക് ജോലിയൊന്നും കിട്ടാണ്ട് ഫുഡ് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എന്തൊരു ജോലിയല്ലേ? അവരൊക്കെ എന്തിനാ ആ ജോലി ചെയ്യണമെന്നറിയോ? അവർക്കൊക്കെ കുടുംബത്തെക്കുറിച്ച് നല്ല രീതിയിലുള്ള വിചാരമുണ്ട്, ഇവൻ ആ വിചാരമില്ല, അതുകൊണ്ടാണ് പാർക്കിലും കടലിലും അവിടെ ഇവിടെയൊക്കെ പോയിട്ട് കപ്പലണ്ടി നിന്ന് നടക്കണമെന്ന്
സച്ചി ഇങ്ങനെ പൗഡർ ഏട്ടത്തിരുത്ത് പൊട്ടിത്തെറിച്ച് പറയാൻ കേട്ടോ. ഇത് കേട്ട സുധി അവിടെ രവിയേട്ടനോട് പറയാണ്, നോക്കെങ്കിൽ ഇൻ്റർവ്യൂവിന് പോകാൻ നിൽക്കണ സുധിയെടുത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ജോലി കിട്ടും? സുധിയുടെ കോൺഫിഡൻറ്റ് പോലെ എന്ന് പറയുമ്പോൾ സച്ചി പറയണം, അല്ലെങ്കിൽ പിന്നെ അവന് കുറേ ജോലി കിട്ടും. ഒന്ന് മിണ്ടായിരിക്കണേ പൗഡർ ഏട്ടത്തി എന്ന് പറയുമ്പോൾ രവിയേട്ടൻ, ദേ സച്ചി മിണ്ടായിരിക്കും, അവനൊരു ഇൻ്റർവ്യൂവിന് പോകല്ലേ, ആ സമയത്താണോ നീ ഇങ്ങനെയൊക്കെ പറയണത്? ഇത് മനസ്സിലാക്കി വേണ്ടേ അവനെ ഇൻ്റർവ്യൂവിന് പറഞ്ഞേക്കാൻ വേണ്ടിയിട്ട്? മോളെ ശ്രുതി, എല്ലാ ജോലിക്കും അതിൻ്റെതായ അന്തസ്സുണ്ട്, അത് മോള് മനസ്സിലാക്കണമെന്ന് പറയാൻ കേട്ടോ രവിയേട്ടൻ. മോനെ ശ്രുതി, ഞാൻ ഈ പറഞ്ഞതൊക്കെ മനസ്സിൽ വെച്ചിട്ട് മോനെ എത്രയും പെട്ടെന്ന് നല്ലൊരു ജോലി മേടിക്കാൻ നോക്കുമെന്ന് പറയുമ്പോൾ ശ്രുതി ശരി അച്ഛാന്ന് പറയാൻ കേട്ടോ. ശ്രുതി അങ്കിളിൻ്റെ ആൻറ്റിയുടെയും കാലിൽ കൊണ്ട് ആശീർവാദം മേടിക്കാൻ ശ്രുതിയോട് പറയുന്ന സമയത്ത് സച്ചി പറയാൻ കേട്ടോ, വലിയൊരു ബാഹുബലി യുദ്ധത്തിന് പോവല്ലേ ആശീർവാദമൊക്കെ മേടിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട്. അത് കേട്ട രേവതി, മിണ്ടാതിരിക്കും സച്ചി ചേട്ടാ, വെറുതെ ഓരോന്ന് പറഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ നോക്കുമെന്ന് പറഞ്ഞിട്ട് കയ്യിൽ പിടിച്ച് ഇങ്ങനെ കൊണ്ടുപോകാൻ കേട്ടോ. ആ സമയം ശ്രുതിയാവട്ടെ ശ്രുതിയോട് പറയാണ്, ശ്രുതി ആൻറ്റിയുടെ അങ്കിളിൻ്റെ കാലിൽ വീണിട്ട് ആശീർവാദം മേടിക്കുമെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ശ്രുതി അച്ഛൻ്റെയും അമ്മയുടെയും കാലിൽ വീണിട്ട് പറയാണ്, അച്ഛൻ അമ്മേ എന്നെ അനുഗ്രഹിക്കണമെന്ന് പറയുമ്പോൾ രവിയേട്ടൻ പറയാണ്, നന്നായി വരട്ടെ മോനെ എന്ന് പറഞ്ഞിട്ട് അനുഗ്രഹിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചന്ദ്രമതി ആവട്ടെ ശ്രുതിയോട് പറയണം, ഉറപ്പായിട്ട് എൻ്റെ മോന് ജോലി കിട്ടും, മോൻ പോയിട്ട് വന്ന് പറയുന്നത്. ശ്രുതി നോക്കിക്കോ, ഉറപ്പായിട്ട് എല്ലാ ആളുകളും ബഹുമാനിക്കുന്ന തരത്തിലുള്ള ഒരു ജോലി ശ്രുതിക്ക് കിട്ടുമെന്ന് പറഞ്ഞിട്ട് ശ്രുതിക്ക് ഓൾ ദി ബെസ്റ്റ് പറയുകയാണ് കേട്ടോ. താങ്ക് യു ശ്രുതി, എന്നാൽ ഞാനങ്ങോട്ട് ഇറങ്ങട്ടെ. അങ്ങനെ നമ്മുടെ ശ്രുതി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോവാണ് കേട്ടോ. ആ സമയം രവിയേട്ടൻ ഈശ്വര എന്ന് പറഞ്ഞിട്ട് രവിയേട്ടൻ റൂമിലേക്ക് പോവുകയാണ്. കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ചന്ദ്രമതി ഓടി വന്നിട്ട് രേവതിയോട് പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയുകയാണ്, എടി രേവതി എവിടെയടി, നിൻ്റെ കെട്ടിയം പോയോ? ദേ അമ്മേ, എൻ്റെ കെട്ടിയം പോയോ എന്ന് ചോദിക്കുന്നതിലും ഭേദം അമ്മയുടെ മകൻ പോയോ എന്ന് ചോദിച്ചാൽ പോരെ. അവൻ എൻ്റെ മകനാണെന്ന് എനിക്കറിയാം, നീ പറഞ്ഞ് ബോധ്യപ്പെടുത്തൊന്നും വേണ്ട, ചോദിച്ചതിന് ഉത്തരം പറയടി, നിൻ്റെ കെട്ടിയം പോയോ? ആ പോയി. എന്താ അവൻ്റെ വിചാരം? ഇൻ്റർവ്യൂ പോകണ സുധീനെ പിടിച്ച് നിർത്തിയിട്ട് എന്തൊക്കെയാണ് അവൻ പറഞ്ഞത്? നീ അതൊക്കെ കേട്ടിട്ട് ആസ്വദിച്ച് നിന്നു അല്ലേ? പിന്നെ ഞാൻ എന്താ വേണ്ടമ്മേ? നീ എഴുതി കൊടുക്കണതല്ലേടി അവൻ അതേപോലെ പാടിയിട്ട് പറയണത്. അമ്മ എന്താ ഈ പറയണത്? സച്ചേട്ടൻ എന്താ സിനിമയിൽ അഭിനയിക്കുകയാണോ? ഞാൻ എഴുതിയിട്ട് അതേപോലെ പറയാൻ വേണ്ടിയിട്ട്. അത് കേട്ട ചന്ദ്രമതി, തർക്കുത്തരം പറയുന്നോടി എന്നോട്. അത് കേട്ട രേവതി പറയാണ്, നിങ്ങൾക്കൊക്കെ എന്ത് വേണമെങ്കിലും പറയാം, പഠിക്കാത്ത സച്ചേട്ടനാണെന്ന് പറഞ്ഞിട്ട് സച്ചേട്ടനെ ഇൻസൾട്ട് ചെയ്തില്ലേ? അപ്പോൾ അമ്മ അതൊക്കെ കേട്ട് നിൽക്കുകയും ചെയ്തില്ലേ? ആ അമ്മയാണ് ഇപ്പോൾ വന്നിട്ട് എന്നോട് ഇങ്ങനെ പൊട്ടിത്തെറിച്ച് പറയുന്നത്. പിന്നെ പഠിക്കാത്തവനെ കുറിച്ചിട്ട് പിന്നെ ഞാൻ എന്താ പറയേണ്ടത്? അവൻ നല്ല രീതിയിൽ പഠിച്ചിട്ട് കലക്ടർ ഉദ്യോഗം ചെയ്യണവനൊന്നും അല്ലല്ലോ. അത് കേട്ട രേവതി ചന്ദ്രമതിയോട് പറയണം, കലക്ടർ ജോലിയൊന്നും അല്ലെങ്കിലും അന്തസ്സായിട്ടുള്ള ജോലിക്ക് തന്നെയാണ് പോകുന്നത്. കാർ ഡ്രൈവർ ജോലി എന്താ അത്ര കുറച്ചിലായിട്ടാണ് അമ്മ കാണുന്നത്? ആ ഒരു ജോലി എടുത്ത് തന്നെയല്ലേ ഈ കുടുംബം ഇത്രയും കാലം പുള്ളിക്കാരൻ പോയിട്ടിരുന്നത്. ഇവിടെ പഠിപ്പുള്ള ആളുകൾ ഒരു ജോലിയും ചെയ്യാതെ വെറുതെ തെക്ക് വടക്ക് നടക്കുകയല്ലേ എന്ന് പറഞ്ഞിട്ട് രേവതി മറുപടി കൊടുക്കുമ്പോൾ ശ്രുതിക്ക് അങ്ങോട്ട് തീരെ ദഹിക്കണില്ല കേട്ടോ. അത് കേട്ട ശ്രുതി പറയണം, ശ്രുതിനെ കൊള്ളിച്ചിട്ട് പറയണത് കേട്ടില്ല ആൻറ്റി. ഇപ്പോൾ രേവതി പറയണം, അതിന് ഞാൻ കള്ളൊന്നും പറഞ്ഞില്ലല്ലോ, ഉള്ള സത്യം തന്നെയല്ലേ പറഞ്ഞത്. ഇപ്പോൾ ശ്രുതി പറയണം, നീ വല്ലാതെ അങ്ങോട്ട് നേളിക്കല്ലേ, നീ നോക്കിക്കോ, ഇന്ന് ശ്രുതിക്ക് നല്ല പൊസിഷനിൽ നല്ലൊരു ജോലി കിട്ടും. അപ്പോൾ രേവതി, അതിന് അദ്ദേഹത്തിന് ജോലി കിട്ടാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ. നല്ല ജോലി ചീത്ത ജോലി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തന്നെയാണ് ജോലികളെയൊക്കെ വേർതിരിവായിട്ട് കാണുന്നത്. അതത്ര നല്ലൊരു ഏർപ്പാടല്ലെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്ന് രേവതി പറയാൻ കേട്ടോ. ഇത് കേട്ടിട്ട് ചന്ദ്രമതി, ഇവളുടെ വർത്തമാനം കേട്ടുകഴിഞ്ഞാലേ വലിയ മുതലാളി ആയെന്നുള്ളൊരു മട്ടിലുള്ള സംസാരമാണ്. വെറും ഒരു പൂക്കട വെച്ചെന്നുള്ളൊരു അഹങ്കാരത്തോടു കൂടി നീ വല്ലാണ്ട് അങ്ങോട്ട് സംസാരിക്കല്ലേ. എല്ലാ ജോലിയും ഒരേപോലത്തെ ഒരു ജോലിയൊന്നുമല്ല. നിൻ്റെ പൂക്കട എവിടെ കിടക്കണം, എൻ്റെ മോന് കിട്ടാൻ പോണ ജോലി എവിടെ കിടക്കണം. നീ നോക്കിക്കോ, എൻ്റെ ശ്രുതിമോള് നല്ല രീതിയിൽ ബിസിനസ്സൊക്കെ ചെയ്തിട്ട് വലിയൊരു സ്ഥലത്തെത്തും. അപ്പോൾ പിന്നെ നീ ഒരു സൈഡിൽ ഇങ്ങനെ പൂക്കട ഇട്ടിട്ട് ഇങ്ങനെ വാടിയ പൂവും വിറ്റിട്ട് ഇങ്ങനെ നടക്കാനും നിനക്കൊക്കെ യോഗം ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി വളരെ മോശമായിട്ട് രേവതിനെ ഇങ്ങനെ കളിയാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. നിനക്ക് ആ ചീഞ്ഞ പൂക്കടയിൽ നിന്ന് എത്ര വരുമാനം കിട്ടണോടി? എൻ്റെ പേര് പറഞ്ഞിട്ടിട്ട ആ പാർലറിൽ നിന്ന് എൻ്റെ ഈ ശ്രുതിമോൾക്ക് ലക്ഷങ്ങൾ വരുമാനം കിട്ടുന്നുണ്ട്. നിനക്ക് അതിൽ നിന്ന് 10 പൈസ വരുമാനം കിട്ടണ്ട. വെറും വാചകം അടിക്കാനല്ലാതെ നിന്നെക്കൊണ്ട് എന്തിനു കൊള്ളാടി എന്ന് പറഞ്ഞിട്ട് രേവതിക്കുള്ള മറുപടി ഇങ്ങനെ ചന്ദ്രമതി കൊടുത്തുകൊണ്ടേ ഇരിക്കാൻ കേട്ടോ. നീ വേണം നോക്കിക്കോ, എൻ്റെ ശ്രുതിമോൾ ഇനിയും കൂടുതൽ ബ്രാഞ്ചുകൾ തുടങ്ങും. അപ്പോഴും നീ ഈ റോഡിൻ്റെ സൈഡിൽ ഒരു കടയും വെച്ചിട്ട് അവിടെ കുറേ ചീഞ്ഞ പൂക്കളും വിറ്റിട്ട് നടക്കാനേ നിന്നെക്കൊണ്ട് പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും കുറ്റപ്പെടുത്തുകയാണ് കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ ശ്രുതിക്ക് ഭയങ്കര സന്തോഷമാണ്. ശ്രുതി അങ്ങോട്ട് തിരിഞ്ഞിരുന്നിട്ട് ഇങ്ങനെ ചിരിക്കാൻ കേട്ടോ. അപ്പോൾ ചന്ദ്രമതി, അല്ലേ ശ്രുതി ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ആ അതെ 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 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രേവതി പറയാൻ കേട്ടോ, ആ അത് നമുക്ക് കണ്ടറിയാം, ആര് കുറേ ബ്രാഞ്ചുകൾ തുടങ്ങുന്നു, ആര് റോഡ് സൈഡിൽ നിൽക്കുന്നു, കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കണ്ടറിയാമെന്ന് പറയുമ്പോൾ ചന്ദ്രമതി ഇങ്ങനെ തല താത്തിയിട്ട് ഇങ്ങനെ മേപ്പോട്ട് നോക്കാൻ കേട്ടോ. എന്നെയും സച്ചേട്ടനെയും മെക്കിട്ട് കയറാൻ വേണ്ടിയിട്ട് വരുന്ന ആ ഒരു സമയം അമ്മയുടെ മകനെ നന്നാക്കാൻ വേണ്ടിയിട്ട് നോക്ക്. ഇത് കേട്ട ശ്രുതി, അപ്പോൾ ശ്രുതി നല്ലവനല്ല എന്നല്ലേ നീ പറഞ്ഞതിൻ്റെ പൊരുൾ? ആ അങ്ങനെ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ലല്ലോ എന്ന് രേവതി പറയാൻ കേട്ടോ. ഇത് കേട്ട ചന്ദ്രമതി രേവതിയോട്, നാവടക്കടി, നിൻ്റെ കെട്ടിയവനെ കാട്ടി ഓവറാവുണ്ട് നിൻ്റെ നാവ്, അടങ്ങി നിന്നോളണം, അതേപോലെ നിൻ്റെ കെട്ടിയവനെയും അടക്കി നിർത്തിക്കോളണം. അത് കേട്ട രേവതി ചന്ദ്രമതിക്കുള്ള മറുപടി കൊടുക്കണം. അമ്മേ, ഞാൻ ഈ അടുത്ത കാലത്ത് ഈ കുടുംബത്തിലേക്ക് കയറി വന്ന ഒരാളാണ്. അമ്മയുടെ മോനായിട്ടുള്ള സച്ചിയേട്ടനെ അമ്മ ഇതിന് മുന്നേ കണ്ടിട്ടുള്ളതാണല്ലോ. അപ്പോൾ അമ്മയ്ക്ക് എന്താ ഈ പറയുന്ന മോനെ അടക്കി നിർത്താൻ പറ്റിയില്ലേ? അമ്മയ്ക്ക് അടക്കി നിർത്താൻ പറ്റാത്തടത്ത് എനിക്കെങ്ങനെയാണ് അമ്മയെ അടക്കി നിർത്താൻ പറ്റുക? അമ്മയ്ക്ക് അതിന് കഴിയില്ല അല്ലേ എന്ന് ചന്ദ്രമതിയുടെ മുഖത്ത് നോക്കിയിട്ട് രേവതി ചോദിക്കുന്ന സമയത്ത് ചന്ദ്രമതി പറയണം, നീ എന്താടി, നീ എന്നെ കളിയാക്കണോ? കളിയാക്കിയതല്ല അമ്മേ, ഒരു പ്രപഞ്ച സത്യം പറഞ്ഞതാ.
അമ്മ പറഞ്ഞ കേൾക്കാത്ത അമ്മയുടെ മോൻ ഞാൻ പറഞ്ഞ കേൾക്കുമോ? അപ്പോൾ ചന്ദ്രമതി കേൾക്കും. നീ പറഞ്ഞ കേൾക്കും. നീ അങ്ങനെ പറഞ്ഞിട്ട് തന്നെ അല്ലേടി ആ ഒരു പൂക്കട വാങ്ങിച്ച് കയ്യിലാക്കിയത് അല്ലേ? അത് ഞാൻ പറയാതെ തന്നെ എൻ്റെ ഭർത്താവ് എനിക്ക് സമ്മാനമായിട്ട് തന്നതാ. അന്തസ്സോടെ എൻ്റെ സ്വന്തം കാലിൽ നിൽക്കണമെന്ന് അദ്ദേഹം വിചാരിച്ചുകൊണ്ട് തന്നെയാണ് എനിക്ക് അദ്ദേഹം ഒരു കട ഇട്ട് തന്നത്. അതിന് അമ്മ ഇങ്ങനെ വർത്തമാനം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല എന്ന് പറയാൻ കേട്ടോ ചന്ദ്രമതിയോട് രേവതി. ഞാൻ ആരുടെ മുന്നിലും തല കുനിച്ച് നിൽക്കാൻ പാടില്ലെന്ന് അദ്ദേഹത്തിന് നല്ല രീതിയിലുള്ള ആഗ്രഹമുണ്ട്. അങ്ങനെയാണ് സ്നേഹമുള്ള ഭർത്താക്കന്മാർ. തൽക്കാലം സച്ചേട്ടനെ അടക്കി നിർത്തേണ്ടതായിട്ടും പറഞ്ഞ് മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അമ്മയ്ക്ക് വേറെ ഒരു മോനില്ലേ, ആ മോനെ പോയിട്ട് പറഞ്ഞ് മനസ്സിലാക്കുകയും അടക്കി നിർത്തുകയൊക്കെ ചെയ്യും. എന്തായാലും എന്നെ എൻ്റെ സച്ചേട്ടനെ വിട്ടേക്കമ്മേ, എനിക്ക് കുറേ പണികളുണ്ട്. ഇതാ ഭക്ഷണം അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, അമ്മ അത് കഴിക്കാൻ നോക്കുമെന്ന് പറഞ്ഞിട്ട് രേവതി നേരെ അങ്ങോട്ട് പോകാൻ കേട്ടോ പൂക്കടയിലേക്ക്. രേവതി അങ്ങോട്ട് പോയപ്പോൾ ചന്ദ്രമതിയുടെ അടുത്ത് വന്നിട്ട് ശ്രുതി പറയുന്നത് കേട്ടില്ല ആൻറ്റി, അവളെന്നെ കുത്തി നോക്കിച്ചിട്ട് പോയത്. ശ്രുതി എന്നെ നല്ല രീതിയിൽ നോക്കണില്ല എന്ന് അവൾ പറയാതെ പറഞ്ഞിട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ ചന്ദ്രമതി, അവൾക്ക് ഇത്രയും മാത്രം നെകളിപ്പ് കിട്ടാൻ കാരണേ ആ സച്ചിയുടെ പിന്തുണയാണ്. നീ നോക്കിക്കോ, അവരെ ഞാൻ വെറുതെ വിടുന്നൊന്നും വിചാരിക്കണ്ട. എനിക്കറിയാം എന്താ വേണ്ടത്, എന്താ ചെയ്യേണ്ടത് എന്നുള്ളതെന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി ശ്രുതിനെ ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ. ഈ സമയം ഇൻ്റർവ്യൂവിന് പോയ സുധിയുടെ പേപ്പേഴ്സുകൾ കംപ്ലീറ്റ് ഓഫീസർ ഇങ്ങനെ പരിശോധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഒടുവിൽ ആ പേപ്പറുകൾ കംപ്ലീറ്റ് മടക്കി കൊടുത്തിട്ട് പറയുന്നത് ഇത് വെച്ചോളൂ എന്ന് പറയുന്നത് കേട്ടോ. ഇത് കേട്ട സുധി, സാർ അപ്പോൾ എൻ്റെ ജോലി ഇവിടെ ജോലി വേണമെങ്കിലേ എക്സ്പീരിയൻസ് മസ്റ്റാണ്. നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ല, കുറേ ഡിഗ്രി പേപ്പർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, എക്സ്പീരിയൻസ് വേണം. എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ ജോലി കിട്ടുള്ളൂ. അത് ഇവിടെ നിന്നല്ല എവിടെയായാലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ കിട്ടുള്ളൂ. സാർ എനിക്ക് നല്ല കഴിവുണ്ട് സാർ, എനിക്കൊരു അവസരം തന്നാൽ മതി സാർ, പ്ലീസ് സാർ എന്ന് പറഞ്ഞിട്ട് കേണാൻ അപേക്ഷിക്കുകയാണ്. പക്ഷേ ആ ഓഫീസർ കൈമലർത്തുകയാണ് കേട്ടോ, ജോലിയില്ല സോറി സാർ അങ്ങനെ പറയരുത് സാർ, എനിക്കൊരു ജോലി അത്യാവശ്യമാണ് സാർ, പ്ലീസ് ഞാൻ എക്സ്പീരിയൻസ് ഉള്ളവരെക്കാട്ടി നന്നായിട്ട് ജോലി ചെയ്യും സാർ, പ്ലീസ് സാർ. ഏയ് അത് പറ്റത്തില്ല. ആപ്ലിക്കേഷൻ ക്ഷണിച്ചപ്പോൾ അതിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ എക്സ്പീരിയൻസ് മസ്റ്റാണെന്ന്. ഇവിടെ എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാരെ ജോലിക്ക് എടുക്കില്ല, പ്ലീസ് എന്ന് പറഞ്ഞിട്ട് സുധീനെ ഒഴിവാക്കുകയാണ് കേട്ടോ. പാവം സുധി ആകെ മൊത്തം വിഷമിച്ച് മനസ്സ് തകർന്നിട്ട് റോഡിലൂടെ ഇങ്ങനെ നടക്കാൻ കേട്ടോ. ആ സമയത്തൊക്കെ സുധിയുടെ മനസ്സിലുള്ള ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്, ഈശ്വര ഇതുവരെ എനിക്കൊരു ജോലി കിട്ടിയിട്ടില്ല, എൻ്റെ കണ്ണിലാകെ മൊത്തം ഒരു ഇരുട്ട് കയറാണല്ലോ, എങ്ങനെയായാലും ഞാനൊരു ജോലി തരപ്പെടുത്തി അടങ്ങുള്ളൂ എന്ന് പറഞ്ഞിട്ട് സുധി നേരെ വേറൊരു സ്ഥലത്ത് ഇൻ്റർവ്യൂവിന് പോവാണ്. ഇൻ്റർവ്യൂവിന് ചെന്ന ഒരു സ്ഥലം കണ്ടപ്പോൾ സുധി ആകെ ഞെട്ടാണ് കേട്ടോ. പണ്ട് ഈ സുധി ഇതേമാതിരി തന്നെ ആ ഒരു മാഡത്തിനോട് പൊട്ടിത്തെറിച്ച കാര്യമൊക്കെ നിങ്ങൾക്ക് ഓർമ്മയില്ല. ആ ഒരു മാഡത്തിൻ്റെ ഒരു ഓഫീസിലേക്കാണ് പോണത്. എന്നിട്ടും സുധി രണ്ടും കൽപ്പിച്ചിട്ട് ഞാൻ കമ്മിങ് മാഡം എസ് കമ്മി എന്ന് പറയുന്നത് കേട്ടോ. എൻ്റെ ഉള്ളിലേക്ക് കയറിയ വശം തന്നെ മാഡം ഇങ്ങനെ ശ്രുതിയുടെ മോത്തി നോക്കിയിട്ട് പറയുന്നത്, നിങ്ങൾ ശ്രുതിയുടെ ഭർത്താവല്ലേ? അതെ മാഡം. എടോ താനല്ലേടോ ഒരു സ്ത്രീയുടെ കീഴിൽ ജോലി ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ ഒരാൾ ഇപ്പോൾ താനെന്തിനാ അങ്ങോട്ട് കയറി വന്നത്? മാഡം എനിക്കൊരു ജോലി അത്യാവശ്യമാണ്, അത്രയും മാത്രം ബുദ്ധിമുട്ടുണ്ട് മാഡം, ഒരു ജോലി എങ്ങനെയെങ്കിലും തരപ്പാടാക്കി തരണം. തനിക്ക് ജോലി ഉണ്ടെന്നാണല്ലോ തൻ്റെ ഭാര്യ പറഞ്ഞത്, അതൊരു കാർ ഷോറൂമിൽ, എന്താ ഇപ്പോൾ അവിടെ ജോലി ഇല്ലയെന്ന് ചോദിക്കാനാട്ടോ മാഡം. സുധി പറയാണ്, ഇല്ല മാഡം അവിടുത്തെ ജോലി നഷ്ടപ്പെട്ടു. അതെങ്ങനെ നഷ്ടപ്പെട്ടു? തനിക്ക് സ്ത്രീകളുടെ കീഴിൽ ജോലി ചെയ്യാനായിരുന്നല്ലോ ബുദ്ധിമുട്ട്, ആ ഒരു കാർ ഷോറൂമിലെ ആൾ ഒരു ആണായിരുന്നില്ലേ, ആണിൻ്റെ കീഴിൽ നിന്ന് എനിക്ക് ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടാണോ? കഷ്ടം. എനിക്ക് അന്നേ അറിയാം സുധി, തനിക്ക് എവിടെയും ജോലി ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താണെന്നറിയോ, തൻ്റെ മൈൻഡ് സെറ്റ് അങ്ങനെയാണ്, അതുകൊണ്ട് മാത്രമാണെന്ന് പറയാൻ കേട്ടോ. മാഡം അന്ന് ഞാൻ അറിയാതെ മാഡത്തിനോട് ദേഷ്യപ്പെട്ടു പോയി, എൻ്റെ ഒരു തെറ്റ് തന്നെയാണ് മാഡം, ക്ഷമിക്കണം. എനിക്ക് ഒരു ജോലി തരണം, ഇവിടെ ഒരു വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നതാണ്. വേക്കൻസിയൊക്കെ ഉണ്ട് ഇവിടെ, പക്ഷേ ഇവിടെ ഇപ്പോഴും എം ഡി ഒരു വുമൺ തന്നെയാണ്, അത് തനിക്ക് പറ്റത്തില്ലല്ലോ, അവരുടെ കീഴിൽ തനിക്ക് ജോലി ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അയ്യോ മാഡം എനിക്ക് അങ്ങനെ ഇഷ്ടക്കേടൊന്നുമില്ല മാഡം, ഇപ്പോൾ എൻ്റെ ഒരു അവസ്ഥ അങ്ങനെയാണ്, എനിക്ക് ആ ഒരു ജോലി തന്നു കഴിഞ്ഞാൽ വളരെയധികം ഒരു ഹെൽപ്ഫുള്ളാവും, പ്ലീസ് മാഡം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണാൻ അപേക്ഷിക്കുകയാണ് മാഡത്തിനോട് കേട്ടോ. അത് കേട്ട മാഡം പറയാണ്, ഇല്ല സുധി തനിക്കിവിടെ ജോലിയില്ല, അന്ന് തനിക്ക് ഞാൻ ആ ജോലി തന്നാണ്, താൻ ആ പേന വലിച്ചെറിഞ്ഞിട്ട് എൻ്റെ മുന്നിൽ കൂടെ പോയിട്ടുള്ള ഒരാളാണ്, സോറി മാഡം അങ്ങനെ പറയരുത്, ഇല്ല തനിക്ക് ഇവിടെ ജോലി ഇല്ലടോ. ഒരുപക്ഷെ തനിക്ക് നല്ല ടാലൻ്റ് ഉണ്ടായിരിക്കാം, താൻ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കാം, പക്ഷേ തൻ്റെ ഒരു മെയിനായിട്ടുള്ള പ്രശ്നം എന്താണെന്ന് പറയുക, താനൊരു മെയിൽ ഷോപ്പനിസ്റ്റാണ്. അയ്യോ മാഡം അങ്ങനെയൊന്നും പറയില്ല മാഡം, എനിക്ക് അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല മാഡം, പ്ലീസ് മാഡം എനിക്കൊരു ജോലി തരണം മാഡം എന്ന് പറഞ്ഞിട്ട് സുധി വീണ്ടും കാണാൻ അപേക്ഷിക്കുകയാണ്. ഐ നോ മാൻ, സ്ത്രീകളുടെ കീഴിൽ തനിക്ക് ജോലി ചെയ്യാൻ ഇപ്പോഴും തനിക്ക് ഇഷ്ടമൊന്നുമില്ല, തൻ്റെ മനസ്സ് അങ്ങനെയാണ്. വേറെ എവിടെ പോയിട്ടും ജോലി കിട്ടാതെയാണ് താൻ ഇങ്ങോട്ട് വന്നതെന്നുള്ള കാര്യമൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. താനൊരു കാര്യം മനസ്സിലാക്കിയോ, സ്ത്രീയുടെ കീഴിൽ ജോലി ചെയ്യാൻ താനിങ്ങനെ ബുദ്ധിമുട്ട് കാണിക്കുന്നില്ലേ, ഒരു സ്ത്രീയുടെ വയറ്റത്ത് തന്നെയാണ് താൻ പറഞ്ഞിട്ടുള്ളത്, അത് താൻ മനസ്സിലാക്കിയാൽ തനിക്ക് കൊള്ളാം, അല്ലാതെ താൻ മാനത്തുനിന്ന് പൊട്ടി വീണമൊന്നുമല്ലല്ലോ. ശ്രുതിയെപ്പോലെയുള്ള ഒരു നല്ലൊരു പെൺകുട്ടിക്ക് തന്നെ പോലെയുള്ള ഒരുത്തിനെയാണല്ലോ കിട്ടിയത്, കഷ്ടം. താൻ ആദ്യം സ്ത്രീകളെ ബഹുമാനിക്കാൻ പഠിക്കും, തൻ്റെ മനസ്സാദ്യം മാറ്റി. മാഡം ഞാനിപ്പോൾ പഴയ പോലെയല്ല മാഡം, ഞാൻ നല്ല രീതിയിൽ ബഹുമാനിക്കുന്നുണ്ട് മാഡം, കൈ ഒഴിയരുത് മാഡം. താനേ ശ്രുതിയുടെ ഭർത്താവാണെന്നുള്ളൊരു ഒറ്റ കോൺഫിഡൻ്റ് അല്ലേ ഇങ്ങോട്ട് കയറി വന്നത്, ഞാൻ തനിക്ക് ജോലി തരുമെന്ന് അല്ലടോ, അന്ന് പറഞ്ഞു തന്നെ എനിക്ക് ഇപ്പോഴും പറയുള്ളൂ, തനിക്ക് ഈ സ്ഥാപനത്തിൽ ജോലി തരില്ല. മാഡം അങ്ങനെ പറയരുത് മാഡം, ഒരു ചാൻസ് കൂടി തരുമോ മാഡം, പ്ലീസ് മാഡം. തരില്ല. തന്നെ പോലെയുള്ള ആളുകൾ എം ഡി ആയിട്ടിരിക്കുന്ന പല സ്ഥലങ്ങളും കാണും, അവിടെ പോയിട്ട് താൻ ജോലി ചോദിക്കും, ഒരു പക്ഷേ അവിടെ കിട്ടുമായിരിക്കും. മാഡം പ്ലീസ് മാഡം അങ്ങനെ പറയരുത്, ഇല്ല തനിക്ക് തരില്ല, തനിക്ക് പോകാം, യു മൈ ഗോ എന്ന് പറഞ്ഞിട്ട്
സുധീനെ ഇങ്ങനെ പറഞ്ഞയക്കുകയാണ് കേട്ടോ. മാഡം പ്ലീസ് മാഡം, എൻ്റെ സമയം കളയാതെ പോകാൻ നോക്കുമെന്ന് പറഞ്ഞിട്ട് മൊബൈൽ എടുത്തിട്ട് ഇങ്ങനെ ചെവിയിൽ വെച്ചിട്ട് ആരോ വിളിക്കണ മാതിരി കാണിക്കുകയാണ് കേട്ടോ. പാവ സുധി ആവട്ടെ ചങ്ക് തകർന്നുകൊണ്ട് റോഡിൽ കൂടെ ഇങ്ങനെ നടക്കുകയാണ്. ഒരു ഓട്ടോറിക്ഷ സ്റ്റാൻഡിൻ്റെ സൈഡിൽ ഇങ്ങനെ ഇരുന്നിട്ട് സുധി ഇങ്ങനെ ആ പേപ്പേഴ്സുകളൊക്കെ നോക്കിയിട്ട് പറയണം, കുറേ പേപ്പേഴ്സുകൾ, ഒരു കടലാസിൻ്റെ വില കൂടിയില്ല, ഇത്രയും കാലം പഠിച്ചതൊക്കെ വെറുതെ ആയി എന്ന് പറഞ്ഞിട്ട് സുധി ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ. ഈ സമയം നമ്മുടെ വർഷയാവട്ടെ ശ്രുതിയോട് പറയുകയാണ്, ചേച്ചി ഈ ഒരു നിസ്സാര കാര്യത്തിനാണോ ചേച്ചി സുധിയേട്ടനെയും കൊണ്ട് വാടക വീട്ടിലേക്ക് പോകുന്നൊക്കെ പറയണത്? ഇതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കണ്ട, അതൊക്കെ ആ ഒരു മനസ്സിലെടുത്താൽ മതി. വർഷ നീയും കേട്ടതല്ലേ സച്ചി ഞങ്ങൾ അത്രയും മാത്രം ഇൻസൾട്ട് ചെയ്തത്. അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞിട്ട് പോട്ടെ ചേച്ചി, എന്തായാലും ചേച്ചിയുടെ ഹസ്ബൻഡ് ചെയ്തത് തെറ്റന്നെയാണ്. എന്നിരുന്നാലും അത് നിങ്ങളുടേതായ പേഴ്സണൽ വിഷയമാണ്. ആ ഒരു വിഷയത്തിൽ സച്ചിക്ക് ഇടപെടേണ്ട യാതൊരു ആവശ്യമില്ല. നിങ്ങളെല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് വിചാരണ ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. ശ്രീകാന്ത് ഒരിക്കലും എന്നോട് കള്ളത്തരം പറയില്ല. ചേച്ചിയുടെ ഹസ്ബൻഡിനെ പോലെയല്ല എൻ്റെ ശ്രീകാന്ത് എന്ന് പറയുമ്പോൾ ശ്രുതി ഇങ്ങനെയൊന്നും ഞെട്ടുകയാണ് കേട്ടോ. എൻ്റെ പൊന്നു കൂട്ടുകാരെ, ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇത്ര ലെങ്തി ആയിട്ട് ഈ ഒരു വീഡിയോ ചെയ്യണത്. രാവിലെ കുത്തിയിരുന്നിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ആരെങ്കിലും മുഴുവനായിട്ട് കാണുന്നവരാരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക, വിലയേറിയ ഒരു ലൈക്ക് അടിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് നമ്മുടെയൊക്കെ ഏറ്റവും വലിയൊരു പ്രചോദനം. അപ്പോൾ സപ്പോർട്ട് ചെയ്തിട്ട് കൂടെ കാണണേ ചങ്കുകളെ.